ജനന പെരുന്നാൾ 6. ഇന്ന് നാം ശ്രദ്ധിക്കുവാൻ പോകുന്നത് ജനനപ്പെരുന്നാളിൻ്റെ ശ്ലീബാഘോഷക്രമം കഴിഞ്ഞോ അതിനെ തുടർന്നോ എന്ന് പറയാവുന്ന ആരാധനയാണ്. അതൊരു കൗമ മോഡിഫൈഡാണ്. ഒരു കൗമ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, യാക്കോബായക്കാരനൊക്കെ അറിയാം. വിഷയമാവോ ബ്രോ റുഹോ കാദീശോ ഹാദാരഹോ ഷാരീറേ ലൗലാമൽമീനാമീൻ കാദീസ് 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 മുറിയോ ആരോഹോ ഹൈസോനോ ഹാവദമലേൻ സ്മായോ ബറോ മെൻഡസ് ബോസെ ഊസാനോ ബമറൗമേ ബ്രീഗ് ദേശോ ബോസെ ബശ്മേദ് മുറിയോ ആരോഹോ തെശുവത്തോ ബമറൗമേ എന്നുള്ള ബിഗിനിങ് പ്രയർ കഴിഞ്ഞാലുടനെ കാദീശാ താലോഹോ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, കാദീശാത്ത് ഹൈൽസോനോ ബലവാനേ നീ പരിശുദ്ധനാകുന്നു, കാദീശാത്ത് ലോമോയിസോ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അതിന് ട്രൈസാജിയോൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഈ ട്രൈസാജിയോൺ ചൊല്ലിയിട്ട് ഞങ്ങളുടെ കർത്താവ് എന്നുള്ളത് ചൊല്ലി ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി അത് ചൊല്ലി സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവും ചൊല്ലി അത് കഴിഞ്ഞ് ശ്രോമിലേക്ക് മറിയാം വലിയ സ്ഥായിബുസോ എന്ന് തുടങ്ങുന്ന കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ ഒരു കൗമ പൂർത്തിയാകും. ഇതിനാണ് കൗമ പ്രയർ. നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ആദ്യം ചൊല്ലുന്നതാണ് ത്രിത്വസ്തുതിയോടുകൂടി തുടങ്ങുകയാണ്. അപ്പോൾ ഇനിയുള്ള ആരാധനയുടെ ബേസിസ് ഇതാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ബേസിസ് എടുത്തിട്ട് അതിനെ മോഡിഫൈ ചെയ്തിരിക്കുകയാണ് ഒരു ശുശ്രൂഷയായിട്ട്. അപ്പോൾ ഈ ബേസിസ് എവിടുന്ന് വന്നു? ഈ കൗമാ പ്രാർത്ഥനയിലല്ലേ ട്രൈസാജിയോൺ ത്രൈനാമ കീർത്തനം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത്, അത് നമുക്ക് എവിടുന്ന് കിട്ടി എന്നുള്ളതിനെപ്പറ്റി ആദ്യമേ ആലോചിക്കുക. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പുറകോട്ട് ദുഃഖവെള്ളിയാഴ്ച വരെ പോകേണ്ടിയിരിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച 9 മണി നേരത്തെ പ്രാർത്ഥനയുടെ ശദ്രായിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. കർത്താവിൻ്റെ ക്രൂശ് നാട്ടിയ സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത്. ആദാമിനെ സംസ്കരിക്കുകയും മൽക്കിസദേക്ക് പൗരോഹിത്യം നടത്തുകയും അബ്രഹാം തൻ്റെ ഏകപുത്രനെ ബലി കഴിക്കുകയും ചെയ്ത സ്ഥലത്ത് തന്നെ രക്ഷിതാവായ യേശു തമ്പുരാൻ്റെ കുരിശുമരം നാട്ടി. രഹസ്യ സമ്പൂർണമായ ചോരയും വെള്ളവും ആദാമിൻ്റെ വായിലേക്ക് ഇറ്റിറ്റു വീണു. നമ്മുടെ അടുക്കൽ നമുക്ക് വേണ്ടി താൻ ചെയ്ത വ്യാപാരത്തിന് വേണ്ടി തനിക്കും തൻ്റെ പിതാവിനും തൻ്റെ വിശുദ്ധ റൂഹായ്ക്കും വന്ദനവും ഹോഷബുലസ്ബാൻ ലവൽമേ എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കേണ്ടത് അതാണ് ശരിക്കുള്ള നമ്മുടെ ഇവിടുത്തെ പോയിൻ്റ്. അത് കർത്താവിനെ ഈ ക്രൂസിൽ നിന്നും ഇറക്കി യൗസേപ്പ് നിക്കോദിമോസും കൂടെ കൊണ്ടുപോയി ആരെയും ഒരുവനും വെച്ചിട്ടില്ലാത്തതും പാറയിൽ വെട്ടപ്പെട്ടതുമായ ഖബറിൽ അടക്കി എന്നുള്ളത് നമുക്കറിയാം. അതിനെപ്പറ്റി പരിശുദ്ധ പിതാക്കന്മാർ തരുന്ന ആ വിവരണം ആ ശദ്രായിൽ തന്നെ വായിക്കാം. നമുക്ക് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. റംസോ ദേശത്തിനൊരു നയവാൻ യൗസേപ്പിലാത്തോസിൻ്റെ കാന്തമണഞ്ഞോ അത് ഗബ്രോ മോദാശ് മേബോയൗസേയേഫ് മെൻ റംസോ മോദുക്കീൻ വവ്ദുബോറാവ് എസൽവോ മോബോ മെൻബില തോമോസ്നെ തല്ലേയെ ഫാഗറെ ദമിശിഹോ ദായോനോ ഹാബിലി ഫഗറദുഫോ റൂക്കാൻ. അതിൻ്റെ അർത്ഥം ദായോനോ ഹാബിലി ഫഗറദുഫോ, അല്ലയോ ന്യായാധിപതി എനിക്ക് വേണം, എനിക്ക് തരണം. എന്നാണ് ഫഗറോദ് ഫോറൂക്കാൻ, എൻ്റെ രക്ഷകൻ്റെ ശരീരം എനിക്ക് തരണം. ഉടനെ പീലാത്തോസ് സമ്മതിച്ചു. അപ്പോൾ ഇനിയും നടന്ന സംഭവമാണ് നാം വായിക്കുക. സകലത്തെയും വഹിച്ചിരിക്കുന്നവനായി അടുക്കാൻ വഹിയാത്തവനും ഗ്രഹിക്കാൻ വഹിയാത്തവനുമായി നിന്നെ സംസ്കാരത്തിന് കൊടുത്തപ്പോൾ പുണ്യവാനും നീതിമാനുമായ അരിമധ്യക്കാരൻ യൗസേപ്പ് നിന്നെ കൈകളിലെടുത്തു. അതേപ്പറ്റി പിതാക്കന്മാർ പാടിയിരിക്കുന്നുണ്ട്. റംസായിൻ പൗരൻ നയവാൻ യൗസേപ്പ് നീ എന്തതി ധന്യൻ, നിധി അതുപോൽ നീ കർത്തൃശരീരം, ഒരു നിധി പോലെ നീ കർത്തൃശരീരം കബറിൽ വെച്ചു.
സ്വർഗേ മണിയറ നിൻപേർക്കായി സൂക്ഷിച്ചിടുന്നു. ദുഃഖശനിയാഴ്ച പ്രഭാത നമസ്കാരത്തിലുള്ള ഒരു പാട്ടാണ്. റംസായൻ പൗരൻ നയവാൻ യൗസേപ്പ് നീയന്തതി ധന്യൻ നിധിയതുപോൽ നീ കർത്തൃശരീരം കബറിൽ വെച്ചു സ്വർഗേ മണിയറ നിൻപേർക്കായി സൂക്ഷിച്ചിടുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ. നിക്കോദീമോസേ, വെടിപ്പുള്ള വസ്ത്രങ്ങൾ കൊണ്ടും മേൽത്തരമായ മൂറുകൊണ്ടും നരമ്പശ കൊണ്ടും നിന്നെ പൊതിയുകയും സുഗന്ധം പൂശുകയും ചെയ്തു. മരിച്ചവനെ എന്ന പോലെ അടക്കി പ്രകൃതിയാൽ അറുതിയില്ലാത്തവനായ നിന്നെ പാറ വെട്ടി ഉണ്ടാക്കിയ പുതിയ ശവക്കല്ലറയിൽ വെച്ചു. അപ്പോൾ നിന്റെ സംസ്കാരത്തെ ആദരിപ്പാൻ സ്വർഗത്തിലെ സകല ഭയങ്കര ദൂതന്മാരും ഇറങ്ങി വന്നു. ജനനത്തെ ആദരിപ്പാൻ ഇറങ്ങി വന്നവരെ ഓർഡിനറി മാലാഖമാരും പ്രധാന മാലാഖമാരുമായിരുന്നു. അവരുടെ പേരാണ് ഈറയന്മാരും മാലാഖമാരും താണു പറന്ന് ബേത്ലഹേമിലെത്തി ജനനത്തെ ആചരിച്ചു. ശ്രോപ്പയന്മാർ പുൽക്കൂട്ടിലെത്തി അതിന് ചുറ്റും പറന്ന് നടന്നു എന്നൊക്കെ നമ്മുടെ ഗീതങ്ങളിലുണ്ട്. വേദോസ്തവത്തിൽ ഇങ്ങനെയൊന്നും ഡീറ്റെയിൽസ് ഇല്ല. എന്നാൽ തൻ്റെ ഖബറടക്കത്തെ ആദരിപ്പാൻ ഇറങ്ങി വന്നവരാരൊക്കെയാണ്? പ്രധാന മാലാഖമാർ, ശ്രോപ്പയന്മാർ, ഈറയന്മാർ, മൗത്തുബിയന്മാർ, മോറാവോസയന്മാർ, ഹൈലിയന്മാർ, സുൽത്തോനയന്മാർ, റീശനവോസയന്മാർ, ഇങ്ങനെയുള്ള മാലാഖമാർ, ഹയർ റാങ്ക്സിലുള്ള മാലാഖമാർ ഇറങ്ങി വന്നു എന്നാണ് അർത്ഥം. അവരുടെ ഉഗ്രമായ അരിശം മൂലം ശപിക്കപ്പെട്ട യഹൂദ സംഘത്തെ നശിപ്പിച്ച് കളയാതിരിപ്പാനായിട്ട് ക്രൂശാരോഹണ സമയത്ത് നീ കാണിച്ച ആംഗ്യം അവരെ ഇറങ്ങി വരാൻ സമ്മതിച്ചില്ല. കർത്താവ് ക്രൂശിൽ കിടന്ന് പുളയുമ്പോൾ അവർ ദേഷ്യപ്പെട്ട് നിൽക്കുക. മിഖായേലേ, നിൻ്റെ ഉഗ്രതയുടെ ഓസൂറായേക്കാളുടെ 10,000 കൊന്നതായ നിൻ്റെ വാളെവിടെ? ഗബ്രിയേലേ, നിൻ്റെ ഉഗ്രത എവിടെ എന്നൊക്കെ ചോദിക്കുന്ന പ്രമീൺസതറകളുണ്ടല്ലോ. അവരിങ്ങനെ ഉഗ്രന്മാരായ മാലാഖമാർ താഴേക്ക് ഇറങ്ങി വന്ന ഈ ദുഷ്ടജനത്തെ നിഹനിച്ച് കളയുവാനായിട്ട് അനുവാദം ചോദിച്ചപ്പോൾ ആംഗ്യം കാട്ടി വിലക്കി കളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അവർ നിൻ്റെ സ്നേഹിതന്മാരുടെ അടുക്കൽ ഇറങ്ങി വന്നു. സ്നേഹിതന്മാരെന്ന് പറഞ്ഞാൽ യൗസേപ്പും നിക്കോദീമോസും അവരുടെ അടുക്കൽ ഇറങ്ങി വന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനേ, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മലയാളത്തിലല്ല പറഞ്ഞത്. കാദീശാത്താലോഹോ കാദീശാത്ത് ഹൈൽസോനോ കാദീശാത്ത് ലോമോയൂസോ. അങ്ങനെ 3 പ്രാവശ്യം ത്രൈനാമ കീർത്തനം പാടി, ത്രിത്വസ്തുതി പാടി. അപ്പോൾ യൗസേപ്പ് നിക്കോദീമോസും പ്രതിവാക്യം പറഞ്ഞതാ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മനസ്സിലായല്ലോ ഇപ്പം? ഇതാണ് സംഭവം. പിതാക്കന്മാർ ഇതിൻ്റെ ബേസിസിലാണ് നമ്മുടെ കൗമായിലെ ഈ ത്രിത്വസ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനെ, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ എന്നുള്ള ആ സ്തുതി, ദാറ്റ് അപ്ലൈസ് ടു ക്രൈസ്റ്റ് ആസ് വെൽ ആസ് ഇൻഡയറക്ട്ലി ടു ദ ട്രിനിറ്റി. അത് വിശുദ്ധ സഭയിൽ ഏർപ്പാടാക്കി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി ഇതിൻ്റെ ബേസിസിലാണ് നമ്മുടെ സ്ലീബ ആരാധനത്തിൻ്റെ കൗമ ഉൾപ്പെടുത്തിയുള്ള ഹൗദുമാലാഖി എന്ന് പറയുന്ന ആരാധന രൂപീകൃതമായിട്ടുള്ളത്. അത് ക്രിസ്മസിന് മാത്രമല്ല. ക്രിസ്മസിന് നമ്മൾ പ്രതിവാക്യം പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പൂജാതം ചെയ്തവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമെന്ന് 4-ാമത്തെ വരിയിൽ പറയും. ഉയർപ്പിനാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമെന്ന് പറയും. ഓശാനയ്ക്ക് എന്താ പറയുന്നത്? ദാവീദ് പുത്രൻ ഓശാന, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അപ്പോഴേ ഈ ബേസിസിലാണ് നമ്മുടെ കൗമാകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും വ്യത്യാസപ്പെടുത്താവുന്ന തരത്തിലാണ് സഭയിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. നമുക്കിന്ന് വേണ്ടത് ആ പ്രതിവാക്യം, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പൂജാതം ചെയ്തവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം എന്നുള്ള പ്രതിവാക്യം അത് മനസ്സിൽ വെച്ചുകൊള്ളുക. with the background of which I have already spoken to you. ഓക്കെ, ഇനി നമ്മൾ ശ്രീബ ആരാധനയിലേക്ക് തിരിച്ചു വരാം.
സ്ലീബ ആരാധനയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇന്നത്തെ ഈ ഹൗദ് മാലാഖി എന്ന് പറയുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി എ കണ്ടിന്യൂവേഷൻ ഓഫ് ദ വേർഷിപ്പ് ഓഫ് ദ ക്രോസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത സ്ലീബ ആരാധനയുടെ ഒരു കണ്ടിന്യൂവേഷനാണ്, ഒരു തുടർച്ചയാകുന്നു. എന്നാൽ വ്യത്യാസവും ഉണ്ട് താനും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് കൗമ എന്ന് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കണം. അപ്പോൾ പട്ടക്കാരൻ ആ വേഷങ്ങളൊക്കെ മറ്റേ ഒറിജിനലിൻ്റെ തന്നെ അതെല്ലാം അവനൊക്കെ സ്ലീബാകയിൽ പിടിച്ചുകൊണ്ട് തൂക്കറ്റിയുണ്ട്, മറുവശമുണ്ട്, മെഴുകുതിരിയുണ്ട്, വലിയ മണി അടിക്കും. അത് ജനങ്ങളാരെങ്കിലും ആ സമയമാകുമ്പോൾ മണി അടിക്കും. അങ്ങനെ വലിയൊരു ഒരുക്കത്തോടു കൂടിയാണ് ഇടവക മുഴുവൻ, ജനങ്ങൾ മുഴുവൻ സജീവമായിട്ട് ഈ വലിയ ആരാധനയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ കിടക്കണം. സെക്കൻഡ് ആൻഡ് ഫൈനൽ ഫേസ് ഓഫ് ദി വർഷിപ്പ് ഓഫ് ദി ക്രോസ്. അപ്പോൾ പട്ടക്കാരൻ കയ്യിലെടുത്ത് 2 കൈ കൊണ്ട് പിടിച്ച് കൊച്ചിനെ എടുക്കുന്നത് പോലെ എടുത്ത്, എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇന്ന് ആ കുരിശിനകത്തിരിക്കുന്ന ആരാ? ബേത്ലഹേമിലെ ശിശു, അദൃശ്യനായ ശിശു. നിയമപെട്ടകത്തിലെ കൃപാസനത്തിൻ്റെ നടുവിൽ 2 ക്രൂബന്മാരുടെ അടിപ്പ് പണിയായി ഉണ്ടാക്കിയ അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് മോശയോട് സംസാരിച്ച അതേ ശിശു ഇന്ന് മറിയാമിൻ്റെ വിമലാംഗത്തിൽ പരസ്യമായി ശോഭിച്ചിരിക്കുകയാണ്. അവനെ നമുക്ക് കയ്യിലെടുക്കാൻ കിട്ടത്തില്ലല്ലോ. റഡാരെന്നും പറയുന്ന സംഭവമില്ലേ? അതിന് പകരം നമ്മൾ ചെയ്യുന്നത് എ സിമ്പിൾ ട്രാൻസ്ലേഷൻ ഓഫ് റിയാലിറ്റി ഇൻടു ആൻ അപ്രഹെൻസിബിൾ ഫോം എന്ന് ഞാൻ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ ട്രാൻസ്ലേഷൻ തന്നെ ഈ കുരിശിനകത്ത് സജീവനായി അഥവാ സജീവമായി പ്രവർത്തിക്കുന്ന പുത്രൻ തമ്പുരാൻ്റെ ശക്തിയാകുന്നു. അപ്പോൾ മാലാഖമാർ പറയുന്നുണ്ട്, മാലാഖമാരുടെ ഒരു വൃന്ദത്തിൻ്റെ പേര് ശക്തന്മാരെന്ന പവേഴ്സ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ശക്താനീ പരിശുദ്ധൻ എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് ഈ ആരാധനാക്രമം പഠിക്കുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് ഇനി നമ്മളെ മധുബഹാലിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അപ്പോൾ ആചാര്യൻ പറയുന്നത് എന്താണെന്ന്? ആചാര്യൻ പറയുന്നത്, ഞാൻ സുറിയാനിയിൽ ഒരു വരി പാടാം. ഹൗദ് മാലാഖേ മിശാമശീൻ ലേ. എന്താ അർത്ഥം? ദൂതന്മാർ സേവിപ്പോനെ എന്നാണ് അർത്ഥം. അതൊരു സെൻറ്റൻസ് കംപ്ലീറ്റ് ഇല്ല, ഇറ്റ് ഈസ് അൻ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ്. അപ്പോൾ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന ആരാ? ജനങ്ങളാണ്. ജനങ്ങൾ എന്നാ പറയുന്നത്? കാദീശാത് ആലോഹോ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അപ്പോൾ ഒരു ലൈനായി. അടുത്ത ലൈൻ ഹൗദ ഖറൂബേം ബർഖീൻലേ എന്ന് പട്ടക്കാരൻ ചൊല്ലും. അതിൻ്റെ അർത്ഥം ക്രൂബേന്മാർ വാഴ്ത്തുന്നോനെ എന്നാണ്. അപ്പം ജനം ചെല്ലുന്ന എന്നതാ? ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഇനി ഡീറ്റെയിൽസ് ഒന്നും പറയത്തില്ല, അതങ്ങ് വായിച്ചു വിടുകയുള്ളൂ. മൂന്നാമത്തേത് ഹൗദ സറോഫേം ഖദീശീൻലേ എന്ന് പറയുമ്പോൾ വീണ്ടും ഖാദീശത്തിൽ ഓമോ യൂസോ ഹാത്തോയെ ബത്തിയോ ബൂസോ മസ്കസ്പീൻ ഒമറീൻ ദേശീലേൻ മേത്തൂലോസാന സറാഹമ്മിലേൻ. അർത്ഥം മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പൂജാതം ചെയ്തവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് പറയും. അങ്ങനെ ഒരു ട്രിപ്ലറ്റ് എന്ന് പറയും, ഒരു തൃത്വം. ഈ ആരാധനയുടെ ഒരു ട്രിപ്ലറ്റായി, ഒരു ത്രിപുടിയായി. അതിലെ മാലാഖമാർ, ഓർഡിനറി ഏഞ്ചൽസ്, ക്രൂബിയന്മാർ, സ്രോപ്യന്മാർ, ഇങ്ങനെ 3 ഗണത്തിൻ്റെ ആരാധനയോടുകൂടി നമ്മളും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്, പുത്രൻ തമ്പുരാനെ സ്തുതിക്കുകയാണ്. ഇത് കിഴക്കോട്ട് തിരിഞ്ഞെന്നാണ് ചെയ്യുന്നത്. ഇനിയും പട്ടക്കാരും സംഘവും പടിഞ്ഞാട്ട് തിരിഞ്ഞ് ജനത്തെ അഭിമുഖമായി നിൽക്കുന്നു. നിന്നുകൊണ്ട് ഹാദുർനു റോനേ ബുഹാലിൻ ലേ. എന്താ പറയുന്നത്? തീമയർ ഹാലൽ ചൊല്ലുവോനെ എന്നാ അതിൻ്റെ അർത്ഥം. അഗ്നിക്കടുത്തവർ ഹാലേലുയ പാടുന്നവന്. പകുതി സെൻറ്റൻസേ ആയുള്ളൂ. അപ്പോൾ ജനം പറയുന്നത് മറ്റേതുപോലെ തന്നെ കാദീശാ താലോഹോ. രണ്ടാമത്തേത് ഹൗദ് റൂഹോനെ മഹദറിൻലേ. അപ്പോൾ കാദീശാത്ത് ഹൈൽസോനോ എന്ന് പറയും. മൂന്നാമത് ഹൗദു അഫറോനെ സ്വഗദിൻലേ എന്ന് പറയുമ്പോൾ കാദീശത്തിൽ ഓമോ യൂസോ എസ്സിലെഴുത്ത് എൽദോ മഹൈമൻദോ മെസ്കസ്ബീൻ ഒമറീൻ ദേശീയലേൻ മേത്തൂരോസാൻ ഇസ്രാമേലിൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പടിഞ്ഞാറ് വശത്തേക്കുള്ള 3 ആരാധനകൾ അതും ത്രിപുടിയായിട്ട് തൃത്വമായിട്ട് നടത്തി കഴിയും.
അടുത്തത് നമ്മളൊരു കുരിശും കൂടെ ഇതിനിടെ കംപ്ലീറ്റ് ചെയ്യുക. കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് എന്ന ഓർഡറിൽ. ഇനി വടക്കോട്ട് തിരിഞ്ഞുകൊണ്ട് ഹൗദ ഏലോയേ റമർമെൻലേ എന്ന് പറയുമ്പോൾ കാദീശ താലോ സെയിം തിങ്. രണ്ടാമത് ഹൗദ് മെസ ഓയേ ഖൽസിൻലേ എന്ന് പറയുമ്പോൾ കാദീശാത്ത് ഹൈൽസോണ്. മൂന്നാമത് ഹൗദ് തഹത്തോയേ മുസായഹിൻലേ എന്ന് പറയുമ്പോൾ കാദീശ തിരുവമോയിസോ എക്സെട്ര ആ പ്രാർത്ഥന പാടും. അത് ഒരു ത്രിപുടി കംപ്ലീറ്റ് ചെയ്യുക. ഏലോയ് എന്ന് പറഞ്ഞാൽ ഉന്നതന്മാർ, മെസോയ് എന്ന് പറഞ്ഞാൽ മധ്യമർ, തഹത്തോയ് എന്ന് പറഞ്ഞാൽ കീഴുള്ളവർ. അപ്പം ആ 3 ഗ്രൂപ്പുകളായി. ഇത് വലിയൊരു എന്നാ പറയേണ്ടത്, ആഗോളമല്ല സാർവത്രിക ആരാധനയാണ്. വിശ്വോത്തരമായ വിശ്വം അനുമാനമായിട്ടുള്ള ഒരു വലിയ ആരാധനയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തെക്കോട്ട് തിരിയുമ്പോഴത്തേക്ക് ആ ക്രൂശ് കംപ്ലീറ്റ് ആകും. അപ്പോൾ ഓരോ പ്രാവശ്യവും 3 വീതിങ് ഉണ്ട്. അതും പ്രത്യേകം ഓർത്തിരിക്കണം. 4 ദിക്കിലേക്കുമുള്ള ആ റുഷുമ ചെയ്യുകയാണ് കുരിശു കൊണ്ട് 3 പ്രാവശ്യം വീതം. അപ്പോൾ 3 12 നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും മനസ്സിൽ വെച്ചു. ആ 12 കയ്യിലിരിക്കുന്ന കുരിശുമായിട്ട് 13 ആകും. 13 സഭയുടെ നമ്പറാണ്, കുർബാനയപ്പത്തിലെ നമ്പറാണ് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ വിശദീകരിക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിക്കായിട്ടുള്ള ആ ഡിസൈൻ ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി തെക്കോട്ട് തിരിഞ്ഞിട്ട് മോറാൻ ഇസറാഹ മേലയിൽ. അപ്പോൾ ജനം പറയും മോറാൻ ഹുസ്റാഹി മേലയിൽ. രണ്ടാമത് മോറൻ കാബൽ തേശുമേശാൻ ബാസലാവോസാൻ സറാ മേലാമായിൽ എന്ന് ചൊല്ലും. അപ്പോഴേ ജനം പറയും ശുഭഹോലോ കാലോഹോ എന്ന് പറയും. അപ്പോൾ 3-ാം പ്രാവശ്യമായിട്ട് പുരോഹിതൻ പറയുന്നു ശുഭഹോലോ ബോറൂയോ. അപ്പോൾ ജനം പറയും ശുഭഹോലോ മൽക്കുംസിയതോൻ്റെ ഹാത്തോയെ അബ്ദയ്ക്ക് പാർക്കുമോ. തുടർന്ന് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലി കൃപ നിറഞ്ഞ മറിയവും ചൊല്ലി ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. USOC വേണ്ടി ഡോക്ടർ CA നൈനാൻ ചിറത്തല.